നമസ്കാരം. പ്രധാന വാർത്തകൾ. ജോയിക്കായുള്ള രക്ഷാദൗത്യം പുനരാരംഭിച്ചു. രാവിലെ 6:30 ജോയിക്കായുള്ള രക്ഷാദൗത്യം പുനരാരംഭിച്ചു. തലസ്ഥാനത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയഴിയാഞ്ചോൺ തോട് വൃത്തിയാക്കാനിറങ്ങി കാണാതായ ജോയിക്കായി ടണലിലിറങ്ങിയുള്ള തിരച്ചിൽ രാവിലെ ആരംഭിച്ചു. NDRF സംഘം തോട്ടിലിറങ്ങി പരിശോധന തുടങ്ങി. മാലിന്യം നീക്കലാണ് ആദ്യഘട്ടമെന്ന് NDRF കമാൻഡർ അറിയിച്ചു. കോഴിക്കോട് വാഹനാപകടം, കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. കോഴിക്കോട് മുക്കം വലിയ പറമ്പിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മലപ്പുറം അരീക്കോട് ഉഗ്രപുരം സ്വദേശി താജുദ്ദീനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇദ്ദേഹത്തെ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ താജുദ്ദീന്റെ ദേഹത്തുകൂടി മറ്റു 2 കാറുകൾ കയറിയിറങ്ങി. ഇടിച്ചിട്ട വാഹനങ്ങൾ നിർത്താതെ പോയി. മങ്കേരിയിൽ വീട്ടിൽ 26 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. വല്ലപ്പുഴ സ്വദേശി നൌഷാദാണ് വാളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 3-ന് പുലർച്ചെയാണ് മങ്കേരി സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിൽ മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 26 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. വീട്ടുടമയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നൌഷാദിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. വീട് കുത്തി തുറന്ന് മോഷണം നടന്ന പഴയകാല കേസുകളിലെ പ്രതികളെ അന്വേഷിച്ചുള്ള അന്വേഷണത്തിലാണ് സംശയം നൌഷാദിലേക്ക് നീണ്ടത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുകയും പണയം വയ്ക്കുകയും ചെയ്തു എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം, അക്രമി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമം. പെൻസിൽവേനിയയിൽ ബട്ട്ലർ എന്ന സ്ഥലത്ത് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. സംഭവത്തിൽ കാണികളൊരാൾ കൊല്ലപ്പെട്ടതായി പ്രാഥമിക വിവരമുണ്ട്. അക്രമിയെന്ന് സംശയിക്കുന്ന ആൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ആക്രമണമുണ്ടായ ഉടനെ സീക്രട്ട് സർവീസ് സുരക്ഷാ സേന ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലയം തീർത്തു. ട്രംപ് നിലവിൽ സുരക്ഷിതനാണെന്ന് സുരക്ഷാ സേന അറിയിച്ചു. PSC കോഴ വിവാദം. പ്രമോദ് കൂട്ടോളി ഇന്ന് പരാതി നൽകും. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPM പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി ഇന്ന് പോലീസിൽ പരാതി നൽകും. തനിക്കെതിരായ കോഴ ആരോപണത്തിൽ ആർക്ക് പണം നൽകിയെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് അടക്കമുള്ള ഏജൻസികൾക്ക് പരാതി നൽകുക. അതേസമയം അഴിമതി ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായെങ്കിലും പ്രമോദിന്റെ അടുത്ത നീക്കത്തിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട്.